ഹലോ, പവിത്രത്തിലെ വിക്രത്തിൻ്റെയും വേദയുടെയും കുറച്ച് വിശേഷങ്ങളായല്ലോ. അങ്ങനെ വേദയെ സേതുലക്ഷ്മി കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു റൂം തുറന്ന് കാണിക്കുകയാണ്. ആ റൂം നിറച്ച് പുസ്തകങ്ങൾ. വേദ തന്നെ അതിശയിക്കുന്നുണ്ട് കേട്ടോ, നിറയെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. സേതുലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ റൂമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതിന് മോൾക്ക് ഉള്ളതാണ്. തരുണ് സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രാക്ടീസ് ചെയ്ത പുസ്തകങ്ങളും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഇതിലുണ്ട്. അപ്പോൾ മോള് LLB കഴിഞ്ഞതാണെന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് തുടർ പഠനം തുടങ്ങണമെന്നും സിവിൽ സർവീസ് എഴുതി പാസ്സാകണമെന്നും, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി നേടിയതിന് ശേഷം മാത്രം നമുക്ക് തരുണിനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാം. സത്യസ്ഥിതി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വേദ അതിശയിക്കുന്ന അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതേ, മോള് പഠിക്കണം, തുടർന്ന് പഠിച്ച് പാസ്സാവണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും സേതുലക്ഷ്മി ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ വേദിക്ക് തന്നെ അതിശയാവുകയാണ്. തന്നെ ആഗ്രഹിച്ചത് നേരത്തെ തന്നെ തൻ്റെ അച്ഛൻ ആഗ്രഹിച്ചൊക്കെയുള്ളൊരു കാര്യമാണ് തുടർ പഠനം. അങ്ങനെ വേദ അപ്പോൾ തന്നെ ഒരു പുസ്തകം എടുത്തു നോക്കുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. വേദയ്ക്ക് നേരത്തെ ഇതുപോലെ വായനയും കാര്യങ്ങളും പഠിത്തവും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ ആ ഒരു പുസ്തകം അപ്പോൾ തന്നെ എടുത്ത് നോക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ ആ ഒരു പഠനം തുടരുകയാണ്. അപ്പോൾ വേദ തുടർച്ചയായിട്ട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി പഠിത്തം എല്ലാം നോക്കുന്നു. അതിൻ്റെ ട്രെയിനിങ്ങിനും കാര്യത്തിനെല്ലാം പരീക്ഷ എഴുതാനുള്ള എല്ലാ ഒരുക്കങ്ങളും സേതുലക്ഷ്മി ചെയ്തു കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയിലിലാണെങ്കിൽ വിക്രത്തിലെ പോലീസ് ഓഫീസർ വന്ന് കാണുന്നുണ്ട്. കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയണം. എന്നിട്ട് പറയുന്നു, എനിക്കിനിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. ഉറച്ച തീരുമാനത്തിലാണ് വിക്രം. എനിക്ക് തുടർന്ന് പഠിക്കണം. ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കണം. അങ്ങനെയെങ്കിലും എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ജയിക്കണം. അച്ഛൻ്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ പഠനത്തെക്കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ നിറങ്ങുമ്പോൾ എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് അതിൽ പാഴായിട്ടില്ല എന്ന് അച്ഛനെ കാണിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, അതിനുള്ള എല്ലാ സൗകര്യവും ഞാൻ ഒരുക്കി തരാം. നമുക്കിവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയി നിനക്ക് വേണ്ടുന്ന പുസ്തകങ്ങൾ എടുത്തോളൂ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണ്ടുന്ന ബുക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിത്തരാം. പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കിത്തരാം. അങ്ങനെ എല്ലാ സപ്പോർട്ടും വിക്രത്തിന് കിട്ടുകയാണ്. അങ്ങനെ വേദ ഇവിടെ പഠിത്തങ്ങളെല്ലാം തുടരുന്നു. അതുപോലെ തന്നെ വിക്രം ജയിലിൽ തൻ്റെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ അതിനുള്ള നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പോലീസ് ഓഫീസർ ഒരുക്കി കൊടുക്കുന്നു. പരീക്ഷ എഴുതാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പഠിത്തം നല്ല രീതിയിൽ തുടരാനായിട്ട് വിക്രത്തിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം പറയുന്നു, നീ ഇപ്പോഴാണ് നിൻ്റെ ശരിയായ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോഴാണ് ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകരുത്, അത് തന്നെയാവും ശരി എന്നൊക്കെ പറയുന്നു. അങ്ങനെ വേദ ഇവിടെ പഠിത്തം അങ്ങനെ ഓരോ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും വേദയുടെ കുഞ്ഞ് വലുതായിട്ടുണ്ട് കേട്ടോ, വലിയൊരു കുട്ടിയായിട്ടാണ് കാണിക്കുന്നത്. പഠിക്കാൻ പോകുന്ന സമയത്ത് കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയത്തുമൊക്കെ സേതുമ്മ ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. കാരണം പാല് കൊടുത്തിട്ട് പിന്നീട് തരുണാണ് കുഞ്ഞിനെ ഉറക്കുന്നതും വളർത്തുന്നതും കാര്യങ്ങളെല്ലാം നോക്കുന്നതും സ്വന്തം മകളെ പോലെയാണ് വളർത്തുന്നത്. അതിനൊക്കെയുള്ള സാഹചര്യമെല്ലാം സേതുമ്മ ഒരുക്കി കൊടുക്കുകയാണ്. പിന്നെ കുട്ടി വലുതായി കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം നോക്കുന്നു. വേദയങ്ങ് പഠിക്കാനായിട്ട് ദൂരെ സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം മോളുടെ നോക്കുന്നത് തരുണാണ്. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും സ്വന്തം മകളെ പോലെ തന്നെ. അതുപോലെ സേതുലക്ഷ്മി അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വേദ കുട്ടിയെ കാണാനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ആ ഒരു ജീവിതം തുടർന്ന് പോകാൻ തന്നെയാണ്. അതുപോലെ വേദ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് വരികയാണ് കേട്ടോ. അതിൽ നല്ല മാർക്കോടുകൂടി വേദ പാസ്സാവുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത വന്ന് തരുണാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ആ ഒരു കോപ്പിയും കാര്യങ്ങളും ഒക്കെ സെർച്ച് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കൺഗ്രാജുലേഷൻ പറഞ്ഞ് വേദയ്ക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് തരുൺ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മോളെയും സ്വന്തം മകളെ പോലെ ചേർത്ത് നിർത്തുന്നുണ്ട് തരുൺ. അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ വേദ ആ പരീക്ഷയെല്ലാം പാസ്സായി. അടുത്ത ആ ഒരു ട്രെയിനിങ്ങിന് പോകുന്നത് ദൂരെ ഒരു സ്ഥലത്തേക്കാണ്, വസൂരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് വേദ ഫോൺ ചെയ്യുന്നതായിട്ട് കാണുന്നത്. മറ്റേ കാര്യമില്ല, ശങ്കരനാരായണ സാറിന് ഫോൺ ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ ഒരു കോൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് പേരൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എടുക്കുന്നുണ്ട് ഫോണ്. പെട്ടെന്നാണ് പറയുന്നത്, അച്ഛൻ ഞാനാണ് വേദ. അപ്പോൾ അദ്ദേഹം അതിശയിച്ച് പോകണം. പിന്നെ ഞാൻ വിളിച്ച കാര്യം അച്ഛൻ ആരോടും പറയരുത്. പിന്നെ ഞാനിങ്ങനെ ഇന്നൊരു മസൂരി അങ്ങനെ സ്ഥലത്തുണ്ട്, അപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വരണം. ഞാനിതുപോലെ ട്രെയിനിങ് ഇവിടെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അച്ഛൻ തന്നെ അതിശയിച്ച് പോകണേ. അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ ആഗ്രഹം പോലെ മോൾ അവിടെ എത്തി എന്നുള്ളൊരു സന്തോഷമായിരുന്നു. അപ്പോൾ അച്ഛന് ഇത് അവിടെ ആരെയും അറിയിക്കരുത്, അച്ഛന് എന്നെ കാണാം, ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നീട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും മോളും തമ്മിലൊരു കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത് കേട്ടോ. അച്ഛൻ ആ ഒരു വലിയ
ക്യാമ്പസിലേക്ക് അവിടെ വരുവാണ്, ആ ഒരു ട്രെയിനിങ് ആ കോളേജിലേക്ക് വരുവാണ്. അവിടെ വന്നിട്ട് വേദയെ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ അച്ഛൻ ഫസ്റ്റ് ചോദിക്കുന്നത് മോള് അവിടുന്ന് പോരുമ്പോൾ ഗർഭിണിയായിരുന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുഞ്ഞിനെ കുറിച്ചിട്ടാണ്. അതൊക്കെ പറയാനാണെങ്കിൽ അച്ഛൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തൽക്കാലം കൂടുതലായിട്ടൊന്നും എല്ലാത്തിനൊന്നും മറുപടി വരാനുള്ള സമയമില്ല, എനിക്ക് ക്ലാസ് കൊണ്ട് പോകണം. പിന്നെ അച്ഛന് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഈ ശ്രീകാന്തിൻ്റെ കാര്യം പറയുന്നു. ശ്രീകാന്ത് പിന്നാലെ തന്നെയുണ്ട്, പലതവണയും എന്നെ ആ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴും അച്ഛനാകെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ കൊച്ചുമോളുടെ കാര്യത്തിലാണ്. അപ്പോൾ അതൊക്കെ പിന്നീട് പറയാം. അച്ഛൻ എന്തായാലും തൽക്കാലം മനസ്സിലാക്കുക, ഞാനിപ്പോൾ സുഖമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് അച്ഛൻ നാട്ടിലേക്ക് പോകും. പക്ഷേ ആരോടും ഈ കാര്യങ്ങളൊന്നും തുറന്ന് പറയരുത്. പിന്നീട് നമുക്ക് അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിക്കേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം. പിന്നീട് രഹസ്യമായിട്ട് അവർ തമ്മിലൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അച്ഛനെ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു കാര്യം നമ്മളെ കേൾപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് അച്ഛൻ. അവസാനം തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞതുപോലെ ആകും. ഇല്ല അച്ഛൻ പേടിക്കേണ്ട, അതൊക്കെ കാര്യങ്ങൾ അതിൻ്റെ നടന്നോളും എന്നാണ് വേദ പറയുന്നത്. അപ്പോൾ ആ ഒരു സീക്രട്ട് എന്താണെന്ന് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു രഹസ്യമായിട്ട് അവർ ചർച്ച ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നീടും ശങ്കരൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. കാരണം ആളുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഇനി പോരുകയാണ്. പിന്നീട് കാണിക്കുന്നത് അദ്ദേഹം ശ്രീകാന്തും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. വളരെ പരിഹാസഭാവത്തിലാണ് ശ്രീകാന്ത് കാണുന്നതൊക്കെ. എന്ത് പറ്റി, എങ്ങോട്ട് വടക്കൻ ദിശയിലോട്ട് യാത്ര പോയെന്നറിഞ്ഞു, മോളെ കാണാൻ തന്നെ പോയതാണോ, മകളെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. മകള് ഉണ്ടായിരുന്നെങ്കിൽ അവൾ എപ്പോഴേ തിരിച്ച് നാട്ടിലെത്തിയാണ്. അതില്ല. അപ്പോൾ പറയുന്നു, ഇല്ല, അവളുടെ കുഞ്ഞ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ടും അവർ തിരിച്ച് നാട്ടിലെത്തിയേനെ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അവളെ ഞാൻ ഫോളോ ചെയ്തിരുന്നു, അവൾ നിറവയറോട് നിൽക്കുന്ന ഫോട്ടോയും എൻ്റെ ഉണ്ട്. പക്ഷേ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞത് ആ ഒരു കുഞ്ഞ് മരിച്ചുപോയി എന്നാണ്. പിന്നീട് അതുമല്ല, അവൾ അവരുടെ പേരും മാറ്റിയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട എന്ന് പറയും. അപ്പം അച്ഛനും അതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബില്ലിനെ കുറിച്ച് പറയുകയാണ്. ഇത്രയും നാളും ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ ഈ ബിസിനസ് ഏറ്റെടുത്ത് വളർത്തിയതാണ്. ഞാനാണിത് വളർത്തിക്കൊണ്ടുവന്നത്. ഒന്ന് തിരിഞ്ഞു പോലും ആരും നോക്കിയിട്ടില്ല. എന്നെ സഹായിക്കാൻ ചന്ദ്രശേഖരൻ അങ്കിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത്രയും വലുതായി, എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞപ്പോൾ അതിന് മറ്റൊരു അവകാശി വേദയും വിക്രമും അതുപോലെ അവൾക്ക് ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞും. അപ്പോൾ എനിക്കത് കണ്ടു നിൽക്കാനായില്ല, അപ്പോൾ കേട്ട് നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു തീരുമാനത്തിലേക്ക് പോയതെന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ്. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, ആ ഒരു ബില്ലിൻ്റെ താഴെ മറ്റൊരു നിയമം കൂടി ഉണ്ടായിരുന്നു, നീ വായിച്ചിട്ടുണ്ടാകും. കാരണം വേദയ്ക്ക് ഒരു കുഞ്ഞിനായിരുന്നു അവകാശം. അതില്ല എങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അതിൻ്റെ ഒരു അടുത്ത നിയമ നടപടിയിലേക്ക് പോവുകയാണ് ഞാൻ. കാരണം അത് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് താൽക്കാലിക അവകാശം കൊടുക്കുകയും പിന്നീട് അത് സ്ഥിരമായിട്ട് അയാൾക്ക് തന്നെ അത് എഴുതി കൊടുക്കുകയും ചെയ്യാം, ഒരു നടത്തിപ്പുകാരൻ എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അത് ചെയ്തതിന് ശേഷം അതിന് സ്ഥിരമായിട്ട് ആ ഒരു ആളുടെ പേർക്കൊക്കെ മാറ്റാൻ പറ്റും. അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നടപടിയിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഒന്ന് അതിശയിക്കുന്നു. അതെ, ഈ ഒരു പ്രോപ്പർട്ടിയും ബിസിനസ്സും കാര്യങ്ങളെല്ലാം മുഴുവൻ ഞാൻ നിൻ്റെ പേർക്ക് എഴുതി തരാൻ പോവുകയാണ്. അപ്പോൾ അതായിരിക്കും വേദ ശങ്കരനോട് സൂചിപ്പിച്ച കാര്യം. ഒരു ചതിയാണ്, അതാണ് തീക്കൊള്ളി കൊണ്ട് തലയെറിഞ്ഞ് അതുപോലെ ആവുമോ എന്ന് ശങ്കരൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ചർച്ച ചെയ്ത കാര്യം നമ്മളെ കേൾപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതായിരിക്കും സംഭവം. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ, എങ്കിൽ പിന്നെ ഈ ശല്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇതിനു വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത്, ഇതില്ലെങ്കിൽ ഞാനിതൊന്നും ചെയ്യില്ലായിരുന്നു. ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കണം ശ്രീകാന്ത് കളിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ടല്ലോ, കാരണം വേദയ്ക്ക് പറയുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പോൾ വേദയ്ക്ക് ശല്യങ്ങളോ അന്വേഷണമോ ഒന്നും വേദയുടെ പിന്നാലെ പോകാൻ പാടില്ല. കാരണം ഇതിൻ്റെ കുറച്ച് കടമ്പകൾ കൂടി കടക്കാനുണ്ട്. അപ്പോൾ അതിന് വേദയുടെ മേലെയുള്ള ഒരു അന്വേഷണവും ശല്യവും ഒക്കെ ഒഴിവാക്കണം. അപ്പോൾ അതിനുള്ള ഒരു വഴിയായിട്ടായിരിക്കും വേദ ഈ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് അതങ്ങ് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, അതിൻ്റെ സമയം ഞാൻ അറിയിക്കാം, ആ സമയത്ത് നീ വന്ന് ഒപ്പിട്ട കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ഓക്കെ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് വേദ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഫോൺ ചെയ്യുന്നു, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, തുടർച്ചയായിട്ട് വീഡിയോ കോളിൽ വിളിക്കുന്നു, കുഞ്ഞിനെ കാണുന്നു, സന്തോഷകരമായിട്ട് ആ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് വേദ ഒരു ഗിഫ്റ്റും ഒക്കെ ആയിട്ട് കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നു. അപ്പോൾ വേദ പഠിത്തമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ അടുത്ത പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്, തമിഴ്നാട് എന്തോ പറയുന്നു, അവിടേക്ക് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിന് പോകാനായിട്ട് കുഞ്ഞിനെ കാണാനായിട്ട് വന്നതാണ്. സേതുലക്ഷ്മി കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ വേദയുടെ മുമ്പിൽ വെച്ച് തന്നെ തരുൺ കുഞ്ഞിനെയും കൂട്ടി അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാരണം സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് കുഞ്ഞിനെ നോക്കുന്നതൊക്കെ. അപ്പോൾ സേതുലക്ഷ്മി പറയുന്നു, ഇനിയിപ്പോൾ അപ്പോൾ വേദ പറയുന്നുണ്ട് കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്ക് അതൊന്നും വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ മോളെ, മറ്റാരും വേണ്ട, മറ്റാരും ഇല്ലെന്നുള്ള തോന്നൽ വേണ്ട, ഞാൻ ഉറപ്പായിട്ടുണ്ട്, മോൾ ധൈര്യമായിട്ട് പോയി വരാനൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു വിശേഷം വിക്രത്തിൻ്റെ വേദയുടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.